Hi friends, welcome back to my channel. ഞാൻ ഇന്നിവിടെ മുണ്ടിയക്കിഴങ്ങില്ലേ അതിന്റെ അച്ചാറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഈ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കുറച്ച് വലിപ്പം കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. അച്ചാറായതുകൊണ്ട് കുറച്ച് വലിപ്പം കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കട്ട് ചെയ്തെടുത്ത രീതിയാണ് ഇത്. അപ്പം അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇപ്പം. കാരണം എന്ന് വെച്ചാൽ ഒന്ന് വേവിച്ചിട്ട് വെള്ളം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് ചൊറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ആ വെള്ളം ഊറ്റിയെടുക്കണം. അന്ന് പിന്നെ നമുക്ക് ചൊറിയില്ല. നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വിസിലാകുമ്പോൾ ഒരു 4-5 വിസിലായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് 4 വിസിലോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഒന്ന് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുവാണ്. വെന്തിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ അരിച്ചെടുത്തിട്ട് ശേഷം നമ്മൾ ചീനച്ചട്ടിലേക്ക് നമുക്ക് മാറ്റാം. ചീനച്ചട്ടിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറാണ്. അപ്പൊ ഇച്ചിരി കൂടുതൽ തന്നെ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം എടുത്ത്. കുറച്ച് പുളി കൂടുതൽ പോയാൽ കുഴപ്പമൊന്നുമില്ല അച്ചാറായതുകൊണ്ട്. ഞാനിപ്പോ ഒരു 2.5 ടേബിൾ സ്പൂൺ ഞാൻ ഇത് അച്ചാർപ്പൊടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് മിസ്സായി പോയി. പിന്നെ അച്ചാർപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മംഗള അച്ചാർപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കായ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറവുന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമുക്കൊന്ന് കട പൊട്ടിച്ചിട്ട് അതിലിട്ട് കൊടുക്കണം. കട പൊട്ടിക്കുമ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ഇത് കുറച്ച് കടുകും പിന്നെ ഒരു വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് കടു പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. താങ്ക് യു.